வெண்ணிலவு சாரல் நீ வீசும் குளிர் காதல் நீ ஆசை வந்து ஆசை தீர ஆடுகின்ற ஊஞ்சல் நீ கொட்டும் பனி மாயம் நீ. അച്ഛാ, എന്താടാ? അത് പിന്നെ ഉണ്ടല്ലോ അച്ഛാ, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്. പയ്യൻ ഏതാ മോളെ? നമ്മുടെ ജോണങ്കിളല്ലേ? ആ, ജോണിന്റെ മോനെയാണോ മോൾക്ക് ഇഷ്ടം? അതെ അച്ഛാ. എബിയാണോ കെവിൻ ആണോ? എബിയാണ് അച്ഛാ. അവന്റെ വീട്ടുകാർക്കറിയോ? അറിയാം, അവര് സമ്മതിച്ചു. അച്ഛന്റെ സമ്മതം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് എന്ത് സമ്മതക്കുറവാ മോളെ, നിന്റെ സന്തോഷല്ലേ എന്റെ സന്തോഷം. ഓ, എന്റെ അച്ഛൻ മൊത്താണ്. ഞാൻ പോയി അവൻ്റെ അടുത്ത് പറയട്ടെ. ഹലോ എബിച്ചയ. പറ ശ്രീ. അച്ഛൻ സമ്മതിച്ചു, കല്യാണത്തിന് സമ്മതിച്ചു. ശരിക്കും? അതെ ചയ. പൊളിച്ചു. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും അല്ലേ ശ്രീ? അതെ. ജോണിന്റെ തീരുമാനം എന്താ? കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം, അത് നടത്തി കൊടുക്കാം. പള്ളിയിൽ വെച്ച് നടത്തണോ അതോ അമ്പലത്തിൽ വെച്ച് നടത്തണോ? പള്ളിയിൽ വെച്ച് നടത്തണോന്നാണ് എന്റെ തീരുമാനം. എന്നാ അങ്ങനെ തന്നെ നടത്താം. കെവിന്, നിനക്കും വേണ്ടടാ ഒരു കൂട്ടൊക്കെ. അവന്റെ കൂട്ടൊക്കെ അവൻ നേരത്തെ വെച്ചിട്ടുണ്ട്. ആണോ? ആരാ മോളുടെ പെൺകുട്ടി? നമ്മുടെ രാജേന്ദ്രൻ അങ്കിളല്ലേ? ആ, രാജേന്ദ്രന്റെ മോളെയാണോ? അതെ, ലക്ഷ്മിപ്രിയ. ആ മോള് നല്ല കുട്ടിയാ. അവരുടെ വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് നടത്താം. അവരുടെ വീട്ടുകാർക്ക് സമ്മതമാണ്. രാജു, താനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ലച്ചുവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എത്ര പെട്ടെന്നാ പെമ്മക്കളൊക്കെ വളരുന്നത് അല്ലേ? അത് നീ പറഞ്ഞത് ശരിയാ. അനുമോൾ പെട്ടെന്ന് വലിയ കുട്ടിയായി. അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം തുടങ്ങാൻ പോവല്ലേ? അതെ ചയ. നമുക്ക് തുടങ്ങിയാലോ? എന്ത് തുടങ്ങാന്ന്? അതൊക്കെ ചായൻ പറഞ്ഞു തരാം. മോളെത്തി ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ വരില്ല. ഇങ്ങോട്ട് വാടി മോളെ പ്രിയ. എന്താ ചയ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പോവല്ല ഇനി. അതെ ചയ. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് തുടങ്ങിയാലോ? എല്ലാവർക്കും ഈ വൺ ഷോട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് തോന്നിയൊരു സ്റ്റോറിയാണ്. പിന്നെ ഓൺലി യു വെയിറ്റിംഗ് ആണെന്നറിയാം, ഉടനെ തന്നെ കാണും. എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ട കമൻറ്റും ലൈക്കും ചെയ്യേണ്ടതാണ്. പിന്നെ എൻ്റെ അകത്ത് കുറച്ച് അലപ്പൊക്കെ കാണും. കാരണം എൻ്റെ വീട്ടുകാരെ നനയ്ക്കുന്നതാണ്. ഞാൻ പറഞ്ഞതാണ്, അവർ കേൾക്കുന്നില്ല. നിങ്ങളതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ.